നമസ്കാരം. എല്ലാവർക്കും ഈ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. 27 നക്ഷത്രങ്ങളിൽ 17ാമത്തെ നക്ഷത്രമായ അനിഴം നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവങ്ങളെക്കുറിച്ച് ഇന്ന് മനസ്സിലാക്കാം. രാശിചക്രത്തിലെ 8ാമത്തെ രാശിയായ വൃശ്ചികം രാശിയിൽ ഉൾപ്പെടുന്ന നക്ഷത്രമാണ് അനിഴം. വൃശ്ചികം രാശി കുജൻ്റെ സ്വക്ഷേത്രവും ചന്ദ്രൻ്റെ നീചക്ഷേത്രവുമാണ്. അനിഴം നക്ഷത്രത്തിൽ ജനിക്കുന്നവരിൽ കൂടുതൽ പേരുടെയും മുഖം എപ്പോഴും വിഷാദം കലർന്ന ഭാവത്തോടു കൂടിയതായിരിക്കും. പലതരത്തിലുള്ള പ്രശ്നങ്ങളെയും അഭിമുഖീകരിച്ചും അവയെ തരണം ചെയ്തും മാത്രമേ ഇവരുടെ ജീവിതം മുന്നോട്ട് നയിക്കാൻ കഴിയൂ. ഏർപ്പെടുന്ന ഏത് കാര്യത്തിനു വേണ്ടിയും കഠിനാധ്വാനം ചെയ്യാനും ബുദ്ധിമുട്ടാനും ഇവർക്ക് യാതൊരു മടിയും ഉള്ളവരല്ല. എന്നിരുന്നാലും ഇവരുടെ അധ്വാനത്തിനും പരിശ്രമത്തിനും അനുസരിച്ച് ഗുണാനുഭവങ്ങൾ ഇവർക്കുണ്ടാകാറില്ല എന്നത് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ്. ഇവർ ഏത് കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാലും അതിനെല്ലാം ഓരോ തരത്തിലുള്ള തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടാകുന്നതായിട്ടാണ് കണ്ടുവരുന്നത്. അനുഭവ ഗുണം കാര്യമായിട്ടില്ല എന്ന് തന്നെ പറയാം. ഇവർക്ക് പിതാവിനെ കൊണ്ടുള്ള ഗുണാനുഭവങ്ങൾ കുറഞ്ഞിരിക്കും. മാത്രമല്ല പിതാവുമായി അഭിപ്രായ ഭിന്നതയിൽ കഴിയുന്നവരായിരിക്കും അനിഴം നക്ഷത്രത്തിൽപ്പെട്ട കൂടുതൽ പേരും. അതുപോലെ തന്നെ സഹോദരങ്ങളിൽ നിന്നും കാര്യമായ ഗുണാനുഭവങ്ങളൊന്നും ഉണ്ടാവാറില്ല. സ്വദേശവും സ്വന്തം ഭവനവും വിട്ട് അന്യദേശത്ത് താമസിക്കാനാണ് ഇവരിലധികം പേർക്കും ഇടവരുന്നത്. ഏകദേശം ഒരു 45 വയസ്സ് വരെയും ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായ അനുഭവങ്ങളെ നേരിടേണ്ടി വരുന്നതായിട്ടാണ് കണ്ടുവരുന്നത്. 45 വയസ്സിന് ശേഷം മാത്രമേ ഇവർക്ക് ജീവിതത്തിൽ സന്തോഷവും അഭിവൃദ്ധിയും ഒക്കെ ഉണ്ടാവുകയുള്ളൂ. മദ്യം തുടങ്ങിയ ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിൽ നിന്നും ഇവർ ഒഴിഞ്ഞു നിൽക്കേണ്ടതാണ്. കാരണം ഇങ്ങനെയുള്ള ശീലങ്ങളിൽ അകപ്പെട്ടാൽ അവർക്ക് അതിൽ നിന്നും പിന്തിരിയുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഈ നാളിൽ ജനിക്കുന്ന സ്ത്രീകൾ പൊതുവെ ശാന്തസ്വഭാവക്കാരും സ്വഭാവശുദ്ധിയുള്ളവരും ആയിരിക്കും. ആഡംബരത്തിലൊന്നും അത്ര ഭ്രമം ഇല്ലാത്തവരായിരിക്കും ഇവർ. വിവാഹത്തിനും യാത്രയ്ക്കും മറ്റെല്ലാ ശുഭകർമ്മങ്ങൾക്കും അനിഴം നാൾ ഉത്തമമാണ്. അനിഴം നാളുകാർക്ക് മൂലം, ഉത്രാടം, അവിട്ടം, തിരുവാതിര, പുണർദം ഈ നാളുകാരുമായുള്ള യാതൊരു വിധത്തിലുള്ള ബന്ധങ്ങളും അത്ര ശുഭകരമല്ല. അനിഴം നക്ഷത്രത്തിൻ്റെ മൃഗം മാൻ, വൃക്ഷം ഇലഞ്ഞി, ഗണം ദേവഗണം, യോനി സ്ത്രീയോനി, പക്ഷി കാക്ക, ഭൂതം അഗ്നി. അനിഴം നക്ഷത്രക്കാരുടെ ജനനം ശനിദശയിലാണ്. ശനിദശയെ തുടർന്ന് ബുധൻ, കേതു, ശുക്രൻ, സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ എന്നീ ക്രമത്തിൽ ദശാകാലങ്ങൾ വരുന്നു. ഈ അറിവ് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. ഇനി അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.